ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് കപ്പലണ്ടി വെച്ചിട്ട് ഒരു ജാം ഉണ്ടാക്കാൻ പോവാണ്. ജാം എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രെഡിൻ്റെയോ ബന്നിൻ്റെയോ ഒക്കെ കൂടി പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വളരെ ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാവുന്നതുമാണിത്. അപ്പോൾ അതിന് നമുക്ക് ഞാനിവിടെ കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുതേൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര സാധനമാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് വേണം. അപ്പം നമുക്ക് ആദ്യം ഈ കപ്പലണ്ടി ഒന്നുകൂടെ, ഇത് വറുത്ത കപ്പലണ്ടി ആണെന്നാലും ഒന്നും കൂടി ഒന്ന് വറുത്തിട്ട് വരാം. ഇതേപോലെ ഒരു ചട്ടി ഞാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്തോട്ട് കപ്പലണ്ടി ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായാൽ മതി. കാരണം ഇത് വറുത്ത കപ്പലണ്ടിയാണ്. ചൂടായതിനു ശേഷം ഇതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു സാധനമാണിത്. ഇനി നമുക്കിത് താത്ത് വെക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കപ്പലിൻ്റെയൊക്കെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ കപ്പലിൻ്റെയൊക്കെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. തേൻ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം നെയ്യ് ഒരുപാട് വേണ്ട. പിന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പം നമ്മൾ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി തേൻ ഒഴിച്ചു. അപ്പം ഇത്രയേ ഒരു നുള്ളു ഉപ്പും കൂടി നമ്മൾ കൈക്കെടുത്ത് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ മിക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിന് ബണ്ണാണ്, അതിവിടെ ഇതേപോലത്തെ പീസുകളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്ത് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബണ്ണ് മുറിച്ചതിനകത്തെല്ലാം നമ്മളിതുപോലെ നമ്മുടെ ആ മിക്സ് എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം.